നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാനഡയിൽ നിന്ന് വന്ന ഉയർന്ന പരാതി അതിനെ ഒരു ആരോപണമായിട്ടോ സ്വാഭാവിക പരാതിയായിട്ടോ ഒന്നും തന്നെയല്ല. രാഷ്ട്രീയപരമായി കൂടി അതിന് പല മാനങ്ങളും കൈവരുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശമടക്കം കേട്ട ഒരു സാഹചര്യമുണ്ടായ ഏറെ പ്രധാനപ്പെട്ട കേസ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രാഹുലിനെ അഴിയെണ്ണിക്കാൻ വേണ്ടിയുള്ള CPMൻ്റെ ആഗ്രഹം. അത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. കൃത്യമായ ആയുധങ്ങൾ ഉറപ്പിച്ചു തന്നെയാണ് ഈ പോരിന് നിലവിൽ ആഭ്യന്തര വകുപ്പിനെ ഇറക്കിയത്. പീഡനത്തിനും ഗർഭഛിദ്രത്തിനുമൊക്കെ കൃത്യമായ തെളിവ് പോലീസ് ഇതിനോടകം ശേഖരിച്ച് പൂട്ടാനുറച്ചു തന്നെയാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതിനുദാഹരണം തന്നെയാണ് കേസിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളും. സാധാരണഗതിയിൽ പീഡിപ്പിച്ചു, പീഡനം പണ്ട് നടന്നു, ഉഭയസമ്മതപ്രകാരമെന്ന് പറഞ്ഞ് കോടതിയിൽ പുല്ലുപോലെ രാഹുൽ പുറത്തിറങ്ങി വന്നെങ്കിൽ ഇത്തവണ ഭ്രൂണഹത്യ നടത്തി എന്ന് പറയുന്നതിന് ശാസ്ത്രീയ തെളിവടക്കം സമർപ്പിച്ചുകൊണ്ടായിരിക്കും കോടതിയിൽ വാദം നടക്കുക. ഗർഭം അലസിപ്പോയി, ഇനി എങ്ങനെ തെളിവ് ശേഖരിക്കാൻ കഴിയുമെന്ന പതിവ് ചോദ്യം ഇവിടെയില്ല. കാരണം ആ ഭ്രൂണം തന്നെ ശാസ്ത്രീയ തെളിവായി യുവതി സൂക്ഷിച്ചു വെച്ചു എന്നുള്ള അതിശയിപ്പിക്കുന്ന തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇതുവരെ നാം കേട്ടിട്ടുള്ളതിൽ വെച്ച്, ഇതുവരെ പുറത്തു വന്നിട്ടുള്ള പീഡന വാർത്തകളിൽ വെച്ച് 1.5 വർഷത്തിനിപ്പുറവും 2 വർഷത്തോടടുക്കുന്ന സമയത്തും അതിൻ്റെ തെളിവ് ഒരു യുവതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിനെ ഏറെ നിർണായകമാക്കുന്നതും രാഹുലിനെ കുരുക്ക് കൂടുതൽ മുറുകുന്നത്. ഇനി DNA പരിശോധന നടത്തിയാൽ രാഹുൽ ഊരിപ്പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. അത് രാഹുലിൻ്റേതാണെന്നുണ്ടെങ്കിൽ ഇതോടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരെന്ന് വ്യക്തമാകുന്ന തലത്തിലേക്ക് കേസ് മാറും. ഒരിക്കലും രാഹുൽ അല്ല എങ്കിൽ ഇങ്ങനെ ഒരു തെളിവ് സമർപ്പിക്കാൻ ആ യുവതി തയ്യാറാകില്ല എന്നുള്ളതും മറ്റൊരു ഭാഗമാണ്. അതുകൊണ്ടിവിടെ ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധം നടന്നുവെന്ന് രാഹുൽ പറയുമ്പോൾ അത് ബലാത്സംഗമാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോടതി തന്നെയാണ്. ഈ മൂന്നാമത്തെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം അത് മുഖ്യമന്ത്രി തന്നെ കേട്ടു. DGPക്ക് ഉടനടി തന്നെ അടിയന്തര നിർദ്ദേശം കൊടുത്തു. രാഹുൽ പുറത്തു നിന്നാൽ അത് തൻ്റെ കുടുംബത്തിന് തന്നെ ഭീഷണിയാണെന്നും അറസ്റ്റ് വൈകിയാൽ വലിയ ആശങ്ക തനിക്കുണ്ടാകുന്നുവെന്നും സന്ദേശത്തിലൂടെ പരാതിക്കാരി പറയുന്നുണ്ട്. വിദേശത്ത് നിന്നും പരാതിക്കാരി നാട്ടിലെത്തിയ ശേഷം അതീവ രഹസ്യമായി 164 സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയാൽ പിന്നീട് അറസ്റ്റ് നടത്താമെന്നായിരുന്നു പോലീസ് നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ആ തീരുമാനം മാറി. DGP ഇന്നലെ രാത്രി 8 മണിയോടെ അറസ്റ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനവും കൈക്കൊണ്ടു. പിന്നീട് അതീവ രഹസ്യമായ പല നീക്കങ്ങൾ അതിനിടയിൽ നടന്നു. അങ്ങനെയാണ് അർദ്ധരാത്രി പ്ലാൻ ചെയ്ത ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തത്. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതിയെ രാഹുൽ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് ഇരയാക്കിയെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഇതിന് നേരിട്ട് ഇടപെട്ടിട്ടില്ല, ഗർഭം അലസിപ്പോയി എന്ന് തന്നെയാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. നേരത്തെ രാഹുൽ DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ രാഹുൽ തന്നെ വിസമ്മതിച്ച് പിന്നോട്ട് പോയൊരു കാഴ്ച കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ യുവതി ഇത്തരം തെളിവുകൾ കൈവശം വെച്ചിരിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തി കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തു വരും. കേസിലെ ഏറെ വഴിത്തിരിവായി മാറുന്ന ഒരു വിഷയവും ഈ ഭ്രൂണഹത്യ തന്നെയായിരിക്കും. കോടതിയെയും പോലീസ് ഇത് വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പീഡന കേസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു തെളിവുമായി അതിജീവിത രംഗത്ത് വരുന്നത്, ഒരു യുവതി രംഗത്ത് വരുന്നത്. ഒരാഴ്ച മുന്നെയാണ് കാനഡയിൽ നിന്നും ഈ യുവതിയുടെ പരാതി പോലീസിന് കിട്ടിയത്. പരാതി ഏറെ ഗൗരവതരമാണെന്ന് കണ്ടതോടെ പൂങ്കുഴലി IPSൻ്റെ നേതൃത്വത്തിൽ രഹസ്യമായി അന്വേഷണം നടത്തി. ഈ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? പറഞ്ഞിരിക്കുന്ന ദിവസം ഈ ഹോട്ടൽ മുറിയിൽ ഈ പെൺകുട്ടി എത്തിയിരുന്നു. പെൺകുട്ടിക്കൊപ്പം രാഹുൽ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. രാഹുൽ വിദേശയാത്ര നടത്തിയത് ഈ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയായിരുന്നു. അങ്ങനെ പലവിധ വിഷയങ്ങൾ അന്വേഷിച്ചു. ഇതുകൂടാതെ യുവതിക്ക് അറിയാവുന്ന തെളിവുകളും ഡിജിറ്റൽ തെളിവുകൾ, പ്രത്യേകിച്ച് സ്ക്രീൻഷോട്ടുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ തന്നെ അയച്ചു നൽകി. കാനഡയിൽ നിന്നും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മൊഴിയും നൽകി. ബാങ്ക് രേഖകളൊക്കെ തന്നെ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ പോലീസിന് കാര്യം മനസ്സിലായി. ഉടൻ തന്നെ DGP വിവരം അറിയിച്ചു. പരാതിക്കാരി കാനഡയിൽ നിന്നും നാട്ടിലെത്തി നേരിട്ട് മൊഴി കൊടുക്കാമെന്ന ഉറപ്പും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരി എത്തട്ടെ എന്ന് കാത്ത് ഇരിക്കുകയായിരുന്നു. അറസ്റ്റ് വിവരം ചോരാതിരിക്കാൻ വേണ്ടി അതീവ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാണ് AG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിവിശ്വസ്തരായ, സത്യസന്ധരായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി ഒരു മിന്നൽ റെയ്ഡായിരുന്നു, ഓപ്പറേഷനായിരുന്നു ഇത്.
രാഹുലിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ മറ്റ് ടീം അംഗങ്ങളെ പോലും ഒഴിവാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരിട്ട് പൂങ്കുഴലി IPS തന്നെ ഈ ഓപ്പറേഷൻ നടത്തി. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് വാഹനങ്ങൾ ക്രമീകരിക്കാൻ ആദ്യം ആവശ്യപ്പെട്ടെങ്കിൽ പോലും പിന്നീട് അത് അവസാനിപ്പിച്ചു. കാരണം ഇതിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. അതുകൊണ്ട് കൃത്യമായി നേരിട്ട് തന്നെ താനിത് ഓപ്പറേറ്റ് ചെയ്തു കൊള്ളാമെന്ന് DGPക്ക് ഉറപ്പ് നൽകി. പോലീസുകാർ ഹോട്ടൽ മുറിയിലെത്തുന്നതുവരെ തന്നെ പിടികൂടിക്കൊണ്ട് പോകാനാണ് പോലീസിൻ്റെ നീക്കമെന്ന് പോലും രാഹുലിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ തെളിവെങ്കിലും അവശേഷിപ്പിച്ചേനെ. കഴിഞ്ഞ കേസുകളിലെ പോലെ തന്നെ രാഹുൽ ഏത് സമയവും ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്നാണ് പോലീസിന് മുന്നറിയിപ്പ് കിട്ടിയത്. തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ പോയി രാഹുൽ പോലീസിനെ വട്ടം ചുറ്റിക്കും. അത് കൂടുതൽ പോലീസിന് നാണക്കേട് സൃഷ്ടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയൊരു ഒളിച്ചോട്ടത്തിന്, വനവാസത്തിനുള്ള അവസരം രാഹുലിന് കൊടുത്തില്ല. ബലാത്സംഗത്തിന് പുറമെ സാമ്പത്തിക ഇടപാടുകളാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. മറ്റ് കേസുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന 2 ഘടകങ്ങളിലൊന്ന് ഈ സാമ്പത്തിക ക്രമക്കേടാണ്. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടതായി യുവതി പറയുന്നു. പലപ്പോഴായി ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്ന് പറയുന്നു. കേവലം ഒരു ആരോപണമല്ല, പകരം ഇത് അയച്ചു കൊടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൈമാറിയിട്ടുണ്ട്. രാഹുലിൻ്റെ അക്കൗണ്ടിലേക്കും അദ്ദേഹത്തിന് യുവതി പണം കൈമാറി എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. എന്തിനേറെ പറയുന്നു, രാഹുലിന് ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ, അടിവസ്ത്രം പോലും വാങ്ങാൻ പണം നൽകിയെന്നാണ് പരാതിക്കാരി പറയുന്നത്. വില കൂടിയ വാച്ചുകൾ വാങ്ങിക്കൊടുത്ത ബില്ലുകളടക്കം പോലീസ് ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അതേസമയം ഈ കേസിൽ രാഹുലിനെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി അറസ്റ്റിലായ രാഹുലിനെ പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാഹുലിനെ ജാമ്യാപേക്ഷ തള്ളിയാണ് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത്. രാഹുലിനെ മാവേലിക്കര പ്രത്യേക ജയിലിലേക്കാണ് പിന്നീട് എത്തിച്ചത്. നേരത്തെ സമാനമായ പരാതികൾ ഉയർന്നപ്പോൾ രാഹുൽ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഇമെയിൽ വഴി പരാതി കൊടുക്കാൻ യുവതി തയ്യാറായതോടെയാണ് പോലീസിന് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നത്. മറ്റ് കേസുകളിലെ പോലെ തെളിവ് കണ്ടെത്തേണ്ടതായി വന്നില്ല. തെളിവുകളൊക്കെ തന്നെ യുവതി സമർപ്പിച്ചു. പരാതിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മൊഴി നേരിട്ട് നൽകാമെന്നുള്ള സന്നദ്ധത യുവതി അറിയിച്ചു. ആദ്യ 2 കേസുകളിൽ കോടതി സംരക്ഷണം നൽകിയെങ്കിൽ പോലും മൂന്നാമത്തെ കേസിൽ സാമ്പത്തിക തിരിമറി, രണ്ടാമതായി ഭ്രൂണഹത്യ, ഇതിന് 2നും തെളിവ് കിട്ടിയതോടെയാണ് രാഹുലിൻ്റെ കുരുക്ക് മുറുകിയത്. ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കോടതിയിൽ സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.